ബലപ്രയോഗത്തിലൂടെ നാടകീയ അറസ്റ്റുമായി കേരള പോലീസ്. തിരുവനന്തപുരം നഗരസഭയിലെ വാഴോട്ടുകോണം വാർഡ് BJP കൗൺസിലർ ആർ സുഗതനെയാണ് വീട്ടിൽ കയറി പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ സുഗതനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. വീടിന് നേരെ 2 തവണ വെടിയുതിർത്ത ശേഷമാണ് ബലം പ്രയോഗിച്ച് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന് സുഗതൻ പ്രതികരിച്ചു. പറഞ്ഞു 2 ദിവസം കൂടെ എനിക്ക് അന്വേഷണം ചിക്കൻ ബോസ് ആണ് അന്വേഷണം ഹാജരാൻ 2 ദിവസം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവരെന്റെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തു. ഇന്ന് കോടതി ഹൈക്കോടതിയിൽ അതിന് നമ്പർ ഇട്ട് കേസ് കിടക്കുമ്പോൾ എന്റെ വീട്ടിൽ വെടിവെച്ചു. എന്റെ കൊച്ചിനെ മയമായിട്ട് കൊച്ചിനെ അടിക്കുകയും ചെയ്തു, എന്റെ ഭാര്യ അടിക്കുകയും ചെയ്തു. വീട്ടിലുണ്ടായിരുന്ന മക്കളെ അടക്കം പോലീസ് ഉപദ്രവിച്ചെന്ന് സുഗതന്റെ ഭാര്യ അശ്വതി പ്രതികരിച്ചു. തന്നെ പോലീസ് ചവിട്ടിയെന്നും താലിമാലയടക്കം പൊട്ടിച്ചെന്നും അശ്വതി പറഞ്ഞു. പേരുക്കട സർക്കാർ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആറ്റുകാൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഭാര്യ അശ്വതി. ഏകദേശം ഒരു 9 കാലമായിക്കാണ് ഒരു പ്രകോപനം ഇല്ലാതെ കയറി വരുമായിരുന്നു. എനിക്ക് എൻ്റെ 14 വയസ്സും 8 വയസ്സുമായ മക്കളുടെ മുമ്പിൽ വെച്ച് തള്ളി കയറിയിട്ട് വന്നിട്ട് ഉപദ്രവിക്കുമായിരുന്നു. വീട്ടിൻ്റെ അകത്ത് കയറി ഉപദ്രവിക്കുമായിരുന്നു. എൻ്റെ താലിമാല വലിച്ചു പൊട്ടിച്ച് കൊണ്ടുപോയി. അവർ തിരികെ തന്നിട്ടില്ല സാധനം. എൻ്റെ ഇവിടെ അടിച്ചു, ചവിട്ടി, മുതുകിൽ ചവിട്ടിയ പാടുകളുണ്ട്. ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് അവർ വീട്ടിൽ അതിക്രമിച്ച് കയറിയിരിക്കുന്നത്. പിന്നെ അവർ പിള്ളേരെ പേടിപ്പിക്കുന്ന രീതിയിൽ മുകളിലോട്ട് വെടിവെച്ചിട്ടാണ് ആവശ്യമില്ലാത്ത രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് കയറി വരുമായിരുന്നു. ഈ അഭിജിത്ത് എന്ന് പറയുന്ന പോലീസുകാരനായിരുന്നാലും ശരി, എന്നെ വിപിൻ എന്ന് പറഞ്ഞ പോലീസുകാരന് ശരി, ആവശ്യമില്ലാതെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പോലും ഒരു ബഹുമാനം അയാൾക്ക് കൊടുക്കാത്ത രീതിയിൽ, അദ്ദേഹത്തിന് കൊടുക്കാത്ത രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. കൗൺസിലർ സുഗതന്റെ അറസ്റ്റിന് മുന്നോടിയായി പോലീസ് വെടിയുതിർത്തെന്ന് സ്ഥിരീകരിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക്. SHO മർദ്ദിച്ചെന്ന കുടുംബത്തിന്റെ ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും കമ്മീഷണർ പ്രതികരിച്ചു. പ്രതിയെ പിടിക്കാൻ പോയ സ്ഥലത്തിൽ ഒരു സംഘർഷ അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വട്ടിയൂർക്കാവ് ഇൻസ്പെക്ടർ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് എയറിൽ ഒരു റൗണ്ട് ഫയർ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. ഡീറ്റെയിൽ റിപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ACP അടുത്തുനിന്ന്. കൂടുതൽ വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, പോലീസിന്റെ നരനായാട്ട് തന്നെയാണ് നടന്നത്. കാടത്തം തന്നെയാണ് അരങ്ങേറിയത്. അതിക്രമിച്ച് കയറി അർദ്ധരാത്രി സുഗതനെ അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം സമയം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതൊന്നും മുഖവിലേക്കെടുക്കാതെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഇടപെടലാണ് നടന്നത് എന്നുള്ള വിമർശനം തന്നെയാണ് ഉയരുന്നത്. എത്രത്തോളം പ്രതിഷേധവും ശക്തമാണ്? KP, കഴിഞ്ഞ ദിവസം കണ്ടത് അസാധാരണ സംഭവങ്ങൾക്കാണ് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അദ്ദേഹം ഒരു കൊടും കുറ്റവാളിയല്ല, പിടികിട്ടാപ്പുള്ളിയല്ല, ഒരു ജനപ്രതിനിധിയാണ്, ഒരു നേതാവാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ നടപടികൾക്ക് സഹകരിക്കുമെന്ന് അറിയിച്ച വ്യക്തി കൂടിയാണ്. ഒപ്പം തന്നെ കൗൺസിലർ എന്ന നിലയിൽ കഴിഞ്ഞ 4.5 മാസം തിരുവനന്തപുരം നഗരസഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ തന്നെ നിയമ നടപടികളുമായി സഹകരിക്കും. അതിന് 2 ദിവസം കൂടി വേണമെന്ന് അദ്ദേഹം പോലീസിനെ അറിയിച്ചിരുന്നു. ആ ഒരു അറിയിപ്പൊക്കെ നൽകിയതിനു ശേഷം, അല്ലെങ്കിൽ ആ ഒരു വിവരം കൈമാറിയതിനു ശേഷമാണ് അർദ്ധരാത്രി 9:30 മണിയോടുകൂടി പോലീസ് സന്നാഹം വീട്ടിലേക്ക് ഇരച്ചെത്തുന്നത്. എന്താണെന്ന് പോലും വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം. വീട്ടിലെത്തി വലിയ തരത്തിൽ ബഹളമുണ്ടാകുന്നു, ഒപ്പം തന്നെ നരനായാട്ട് നടത്തുന്നു, ആക്രോശിക്കുന്നു എന്നുള്ളതാണ്. ഒരു വനിതാ പോലീസ് പോലും ഈ ഉദ്യോഗസ്ഥ സംഘത്തിനൊപ്പം ഇല്ലായിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ അശ്വതിയുണ്ട്, പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളുണ്ട്, 14 വയസ്സും 8 വയസ്സും പ്രായമായ 2 കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ നിൽക്കുമ്പോഴാണ് പോലീസ് ഇത്തരത്തിൽ ബഹളമുണ്ടാക്കി ആ പ്രദേശത്തെ ഒന്നാകെ പേടിപ്പിക്കുന്ന തരത്തിൽ, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിൽ നരനായാട്ട് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പോലീസുമായി സഹകരിക്കുമെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായും ഒരു രാത്രി ഒരു കുടുംബം സ്വസ്ഥമായി കഴിയുമ്പോൾ, അവർ ഉറങ്ങുന്ന സമയത്തേക്ക് പോലീസ് സംഘം ഇങ്ങനെ എത്തുമ്പോൾ സ്വാഭാവികമായി അവർ ഭയപ്പെടും, അതിലൊരു ഞെട്ടലുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ പോലീസ് എത്തിയ ഉടനെ തന്നെ അക്രമം അഴിച്ചുവിടുകയും ബലപ്രയോഗം നടത്തുകയുമാണ് ചെയ്തത്. ഇദ്ദേഹത്തിന് പറയാനുള്ളതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും തന്നെ കേട്ടില്ല എന്നുള്ളതാണ്. 2 തവണയാണ് ആകാശത്തേക്ക് വെടിയുതിർത്തത്. ആ കുട്ടികളടക്കം അതിൻ്റെ ഒരു ഭയപ്പാടിൽ തന്നെയാണ്. ഒപ്പം തന്നെ ഇവരെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആ സുഗതനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അശ്വതിയെയും ആക്രമിച്ചിട്ടുണ്ട്. അവർക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനം പോലീസിൽ നിന്നുണ്ടായി. അശ്വതിയുടെ കെട്ടുതാലി അടക്കം വലിച്ചു പൊട്ടിച്ചു എന്ന് അവർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പോലീസ് കഴിഞ്ഞ ഏതാനും നാളുകളായി BJP പ്രവർത്തകരെ മാത്രം, BJP നേതാക്കളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസവും ഉണ്ടായതെന്നുള്ളതാണ്. അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞ ഒരാളല്ല, അദ്ദേഹം വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അക്കാര്യങ്ങളുമായി സഹകരിക്കാമെന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള
തരത്തിലുള്ള ഒരു ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുവാൻ BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ ചേരുകയാണ്. ഒരു ജനപ്രതിനിധിയാണ്, ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. യാതൊരുവിധ പരിഗണനയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. വലിയ നീതികേടാണ് നടന്നിട്ടുള്ളത്. മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നീചമായ പ്രവൃത്തിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വന്നിട്ടുള്ള വട്ടിയൂർക്കാവ് SHO വിപിൻ, അയാളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വളരെ ഗതികെട്ട ഒരു പോലീസിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ കഴിഞ്ഞ 4-5 മാസമായി ഇവിടെ തിരുവനന്തപുരത്തെ ജനങ്ങൾ, പ്രത്യേകിച്ചും വട്ടിയൂർക്കാവിലെ ജനങ്ങൾ കണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ സംഘർഷത്തിന് ഒരു പക്ഷപാതം, അതായത് തീർച്ചയായും ഒരു CPMൻ്റെ ഒരു സഖാവ് എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ രീതിയിലുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ടും മാസങ്ങളായിട്ടും ഈ SHO നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി CPMന് വേണ്ടി വിടുപണി ചെയ്തു എന്നുള്ളത്, ഭരണം മാറിയിട്ടും CPMൻ്റെ പിടിയാളുകളാണ് ഇപ്പം പോലീസിൽ ഇരിക്കുന്നു എന്നുള്ളത്. രമേശ് ചെന്നിത്തലയുടെയൊക്കെ ഒരു ഒത്താശയോടെ ആണോ, ആഭ്യന്തരമന്ത്രിയുടെ ഒത്താശയോടെ ആണോ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും K മുരളീധരൻ്റെയൊക്കെ ഒത്താശയോടെ ആണോ ഇത് നടക്കുന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സുഗതൻ എന്ന് പറഞ്ഞത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി, ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു ജനപ്രതിനിധി. കാപ്പ കേസിൽ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇത് കഴിഞ്ഞ വട്ടിയൂർക്കാവിലെ MLA പ്രശാന്തിൻ്റെ ഒരു വ്യക്തി വൈരാഗ്യം കൂടി ഇതിനകത്തുണ്ട്. സുഗതനെ സംബന്ധിച്ചിടത്തോളം വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ്. വട്ടിയൂർക്കാവ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള വികസന സമിതിയുടെ കൺവീനറാണ്. ജനങ്ങളുടെ പ്രവർത്തിക്കുന്നതിൻ്റെ അംഗീകാരമാണ് വാഴോട്ടുകോണം എന്ന CPMൻ്റെ കോട്ടയിൽ BJPയുടെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തത്. സുഗതൻ്റെ വ്യക്തിപരമായിട്ടും ഉള്ള ഒരു വിജയം തന്നെയാണ്. പാർട്ടിയുടെ വിജയത്തിനോടൊപ്പം വ്യക്തിപരമായിട്ടും ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. BJPക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞിരുന്ന ആ വാഴോട്ടുകോണത്ത് പോലും ജയിച്ചത് സുഗതൻ ജനങ്ങളുടെ ഇടയിൽ അത്രയും പ്രിയനായതുകൊണ്ടാണ്, ജനപ്രിയ നേതാവാണ്. ഒരു ഗുണ്ട എന്ന ഒരു പേരിൽ എന്ന് വരുത്തി തീർത്ത് സമൂഹത്തിൽ ഒരു കൗൺസിലറെ എങ്ങനെയൊക്കെ മോശമാക്കാൻ ചെയ്യാൻ പറ്റുമോ ആ ലെവലിലേക്ക് ചെയ്യുന്ന പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് കോടതിയുടെ ഉത്തരവിനനുസരിച്ച് അദ്ദേഹം സ്റ്റേഷനിൽ ഹാജരാവാതിരുന്നതാണ്. 2 ദിവസം സമയം കൂടി വേണം, കാരണം ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കുകയാണ്. വേണമെന്ന് കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാദം ഇന്ന് വച്ചിരിക്കുകയാണ്. പോലീസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു ഭീകരാന്തരീക്ഷം, ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു രീതിയിലുള്ള ഭീകരാന്തരീക്ഷം ഒരു കുടുംബത്തിനകത്ത് വന്ന് കയറി സുഗതൻ്റെ ഭാര്യ അശ്വതിയുടെ താലി വലിച്ച് പൊട്ടിച്ച് 14 വയസ്സായ മകനെയും 8 വയസ്സായ മകളെയും പിടിച്ച് വലിച്ച് ഭീകരമായി ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അത് ജനങ്ങൾ പറയുകയാണ്. അവിടെ സുഗതൻ്റെ ബന്ധുക്കൾ മാത്രമല്ല, അവിടെ ജനങ്ങൾ ഒന്നാകെ പറയുന്നുണ്ട്. ആ നാട്ടിലാകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കേണ്ട ഒരു കാര്യം അവിടെ ഇല്ല. പോലീസ് വെടിവെക്കേണ്ട കാര്യം എന്താ? ഇത് വേറെ വല്ല കാട്ടുകളാണ് പിടിക്കാനാണോ പോയത്? പോലീസ് വെടിവെക്കുക, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, ഇന്ന് അടുത്ത കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് BJPയെ കളങ്കപ്പെടുത്താനും BJP നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണസമിതിയെ അട്ടിമറിക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും സുഗതനോടൊപ്പം പാർട്ടിയുണ്ട്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മാത്രമല്ല, പാർട്ടിയും മറ്റ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെല്ലാം സുഗതൻ്റെ പിന്നിലുണ്ട്. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി തന്നെ ഇത്രയും അനീതിക്കെതിരെ പോരാടും. സുഗതനെ ജനങ്ങൾ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഈ വരും കാലങ്ങളിൽ അറിയാം. ജനങ്ങൾ അത്രത്തോളം പ്രതിഷേധത്തിലാണ്. ആ വട്ടിയൂർക്കാവും വാഴോട്ടുകോണത്തുള്ള ജനങ്ങൾ അത്രത്തോളം ഒരു പ്രതിഷേധത്തിലാണ്. അതുകൊണ്ട് ഈ തരം പോലീസിൻ്റെ നടപടി, ഈ SHO എന്ന് പറഞ്ഞ വിപിനെ കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ്. കമ്മീഷണർക്ക് നിരവധി പരാതി കൊടുത്തിട്ടാണ്. നെട്ടയം ഭാഗത്തുണ്ടായ മലമുകളുണ്ടായിട്ടുള്ള സംഘർഷത്തിൻ്റെ പിന്നിലും ഈ വിപിനാണ്. വീണ്ടും അയാൾ അവിടെ വച്ചുകൊണ്ടിരുന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ജനങ്ങളുടെ ക്രമസമാധാനം, ജനങ്ങളുടെ ബുദ്ധിമുട്ട്, സമാധാന അന്തരീക്ഷം ഇനിയും മോശപ്പെടുത്താൻ ശ്രമിച്ചാൽ ശക്തമായി തന്നെ BJP അതിന് ജനാധിപത്യപരമായി പ്രതിഷേധിക്കും. കേരളത്തിലെ സംസ്ഥാന ആഭ്യന്തര മന്ത്രിയോട് പ്രത്യേകം പറയുന്നു, CPMൻ്റെ പിടിയാളായിട്ട് ഇനി പോലീസിനെ നിങ്ങൾ തുറന്നു കൊണ്ടുപോയാൽ കോൺഗ്രസ്സിന് ഇപ്പം CPMന് വന്ന ഗതികേട് തന്നെ തീർച്ചയായിട്ടും കോൺഗ്രസ്സിനുണ്ടാകാൻ പോകുന്നു, UDFനുണ്ടാകാൻ പോകുന്നു എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് BJP ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ശക്തമായ പ്രതിഷേധവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശ്രുതിയും കുടുംബാംഗങ്ങളും ഒക്കെ നിലവിൽ ചികിത്സയിലാണ്. അപ്പോൾ അവരുമായി കൂടിക്കാഴ്ച നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനിയാണോ? ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. സുഗതൻ്റെ സുഗതൻ്റെ ഭാര്യ, മക്കള്, അതോടൊപ്പം സുഗതൻ്റെ ചേട്ടൻ, ബന്ധുക്കളും അവിടുത്തെ BJP പ്രവർത്തകരും ജനങ്ങൾക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. അവരെയൊക്കെ മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം വെടിവെക്കേണ്ട ഒരു സാഹചര്യമില്ല. അപ്പം വെടിവെക്കുക എന്ന് പറയുന്നത് ഈ വയ്ക്കേണ്ട നിയമപരമായിട്ട് വെടിവെക്കേണ്ട എങ്ങനെയാണ്?
ഒരു ഉത്തരവ് വേണം. ഇതൊന്നും ഇല്ലാതെ ചുമ്മാ ഒരു SHO വെടിവെക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഞങ്ങൾ കാണട്ടെ, അപ്പോൾ അത് കണ്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം BJP ജില്ലാ കമ്മിറ്റി കൂടിയിട്ട് മറ്റ് നടപടികളായിട്ട് മുമ്പോട്ട് പോകും. തീർച്ചയായും അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് തന്നെയാണ്. അതായത് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്, ഇതൊരു മുൻവൈരാഗ്യത്തിന്റെ പേരിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പോലീസ് അത്തരത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം നടത്തിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കുടുംബാംഗങ്ങളെ കണ്ട് അവർക്ക് വേണ്ട പിന്തുണ നൽകും. വരും ദിവസങ്ങളിലും വരുന്ന മണിക്കൂറുകളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം നടത്തുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. KP MS വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്. സൂചിപ്പിച്ചതുപോലെ തന്നെ അതിക്രൂരമായ ഒരു ഇടപെടൽ, അതിനിന്ദ്യമായ ഒരു ഇടപെടൽ, ഒരു കാടത്തം തന്നെയാണ് വട്ടിയൂർക്കാവ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. അർദ്ധരാത്രിയാണ് വീട്ടിൽ അതിക്രമിച്ച് കയറി കൗൺസിലർ സുഗതനെ ഒരു ജനപ്രതിനിധിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കേണ്ട പെരുമാറേണ്ട രീതിയുണ്ട്, മര്യാദയുണ്ട്. അതൊന്നും ഇല്ലാതെയാണ് ഒരു കൊടും കുറ്റവാളിയെ പോലെ സുഗതനെ പിടിച്ചുകൊണ്ടുപോകുന്നത്. ഭാര്യയ്ക്ക് മർദ്ദനമേൽക്കുന്നു, മക്കൾക്ക് മർദ്ദനമേൽക്കുന്നു. ഇത്തരത്തിൽ കിരാതമായ ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തിനുമുണ്ടായത്. സുഗതനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ആ ദൃശ്യങ്ങളിലേക്ക് കൂടി. സാറുമാരുണ്ടല്ലോ, രക്ഷപ്പെടൂല അങ്ങേര്. ഒരു ജീവൻ അപകടം പറ്റിയിട്ടും കോടതി ഉത്തരവാദിത്തം കറണ്ടുണ്ടാണ്. ഞാൻ വരാൻ പറഞ്ഞല്ലോ കോടതി ഉത്തരവാണ്. ഒന്നും